പ്രതിപക്ഷത്തിന് പ്രതിഷേധ ദിനം ഒരുക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സാഹചര്യം ഒരുക്കേണ്ട കാര്യമില്ല. നേരത്തെ തന്നെ ഈ തുറമുഖത്തേക്ക് ക്രെയിനുകൾ ഉള്ള കപ്പലുകൾ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നടത്തിയ പരിപാടിയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞത്, ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തത് മോശമായി പോയി എന്നാണ്, ഒരിക്കലും മദർഷിപ്പ് ഇങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞ്, മാത്രവുമല്ല ഒരു രണ്ടാം വിമോചന സമരം നടത്തി ഈ സർക്കാരിനെ തന്നെ അട്ടിമറിച്ച് കളയും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതുകൊണ്ട് പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാനോ ഇത്തരം കാര്യങ്ങളെ തടസ്സപ്പെടുത്താനോ സർക്കാരിനെതിരായി പറഞ്ഞുകൊണ്ടിരിക്കാനോ ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഏതെങ്കിലും രീതിയിൽ വഴിയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അത് അവരുടെ സ്ഥിരം ശൈലിയാണ്. ആ ശൈലിക്കനുസരിച്ച് അവർ മുന്നോട്ട് പോകും എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അപ്പോൾ ശ്രീ സജീഷ്, കഴിഞ്ഞ ഈ ക്രെയിൻ സംവിധാനത്തിന്റെ ഉദ്ഘാടന വേളയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതാണ് പ്രകോപിപ്പിച്ചത്. അതുകൊണ്ടാണ് അന്ന് നിങ്ങൾക്ക് ഗുണപരമല്ലാത്ത വിധത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭീഷ്ടങ്ങൾക്കനുസരിച്ചല്ലാത്ത വിധത്തിലോ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു എന്നുള്ളത് കൊണ്ടാണോ ഈ നാളത്തെ ചടങ്ങിൽ ഒഴിവാക്കിയത്? അല്ല, നാളത്തെ ചടങ്ങിൽ പ്രത്യേകിച്ച് ആ കാരണം കൊണ്ട് മാത്രമല്ല, ഇതൊരു ട്രയൽ റൺ എന്നുള്ള നിലക്കാണ് കണ്ടിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ആളുകളെയെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. മന്ത്രി ഉൾപ്പെടെ ആ കാര്യം വിശദീകരിച്ചിട്ടുമുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോകണമെന്ന് കരുതുന്നില്ല. ഞാൻ പറഞ്ഞത്, ഇവരെ ക്ഷണിച്ചാലും ഇവർ വരാനോ അല്ലെങ്കിൽ വന്ന് നല്ല വർത്തമാനം പറയാനോ പോകുന്നില്ല. ഇവർ ഇതിനെ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചവരാണ്. എതിർത്തിട്ടേ ഇരുന്നുള്ളൂ. ഈ പ്രവർത്തനം എങ്ങനെയെല്ലാം തടസ്സപ്പെടുത്താം എന്ന് മാത്രമാണ് അവർ സ്വപ്നം കണ്ടത്. അതിനു മാത്രമാണ് അവർ മുന്നോട്ട് പോയത്. പക്ഷേ ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിലെ സർക്കാർ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയപ്പോഴാണ് ഇത്തരം പദ്ധതികളെല്ലാം കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നത് എന്ന് മലയാളികൾക്ക് മനസ്സിലാകും. അത് ഇവർ എതിർത്ത ഏത് പദ്ധതിയായാലും ആ പദ്ധതികളെല്ലാം ഇവർ വഴിയിൽ ഉപേക്ഷിച്ച് പോയതും എതിർത്തതുമായിട്ടുള്ള എല്ലാ പദ്ധതികളും, അത് ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കാര്യത്തിലായാലും ദേശീയപാതയുടെ കാര്യത്തിലായാലും ഇടമൺ കൊച്ചി പവർ ഹൈവേയുടെ കാര്യത്തിലായാലും മറ്റെല്ലാം നമ്മുടെ മുന്നിൽ അനുഭവമായിട്ടുണ്ട്. ആ അനുഭവത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കേരളത്തിലെ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമായി ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖവും മാറുകയാണ്.